തള്ളേന്ന്. Hello guys, welcome back to our YouTube channel. സോ ഇന്ന് എന്താണ് പ്രത്യേകത? ഇന്ന് ഞങ്ങളുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആണ്. സോ ഞങ്ങളിപ്പോ ഹൈദരാബാദാണ് ഉള്ളത്. ഹൈദരാബാദ് ജോലിയുടെ വിഷയത്തിന് വേണ്ടി ഇവിടെ വന്ന. സോ നമ്മളിപ്പം ഒറ്റയ്ക്കാണല്ലേ. ഫസ്റ്റ് ആനിവേഴ്സറി നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഗൈസ്. അതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ട്. പിന്നെ ഗൈസ് എൻ്റെ പുതിയ ഹെയർ സ്റ്റൈലാണ്. കാരണം ഇവിടെ ഭയങ്കര ചൂടാണ്, അതുകൊണ്ട് ജെസ്സി ഞാൻ മുട്ട അടിച്ചു. മുട്ടയല്ല, മിലിറ്ററി കട്ട് അടിച്ചു. നിങ്ങൾക്ക് ഞങ്ങളുടെ വെഡ്ഡിങ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജെസ്സി വെറ്റ്സ് റിഹാന എന്ന് ടൈപ്പ് ചെയ്താൽ മതി, ലൈവ് കാണാൻ പറ്റും. ഒരു വർഷമായി. അല്ലെങ്കിൽ നമ്മൾ ലിങ്ക് ഈ വീഡിയോക്ക് താഴെ ഇടാം. ഓക്കെ. സോ പിന്നെ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണ്? ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ വലിയ പരിപാടിയില്ല. കാരണം ഒറ്റയ്ക്കായതുകൊണ്ട് അതിൻ്റെ ഒരു വിഷമം ഉള്ളതുകൊണ്ട് മാത്രം നമ്മൾ ചെറിയൊരു രീതിയിൽ എന്ന് വെച്ചാൽ ഫസ്റ്റ് ബിരിയാണി, കേക്ക് കട്ടിങ് ആൻഡ് ഔട്ടിങ് എന്ന് വെച്ചാൽ ഹൈദരാബാദ് ലുലു മാളുണ്ട് ഗൈസ്. ഞങ്ങൾ അതിൻ്റെ അടുത്താണ് താമസിക്കുന്നത്. അതിൻ്റെ അടുത്താണ് താമസം. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് ഏകദേശം 2 ആഴ്ചയായി. അതിൻ്റെ ഇടയിൽ തന്നെ ഒരു 8-9 പ്രാവശ്യം പോയിട്ടുണ്ട്. നമ്മൾ താമസിക്കുന്ന കുക്കട്ട് പള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബിരിയാണി, സമയം ഏകദേശം രാവിലെ 10 മണിയായി. സോ ബിരിയാണി, പിന്നെ കേക്ക് കട്ടിങ്, പിന്നെ ചെറിയ സർപ്രൈസ് ഒക്കെ ഉണ്ട്. ഓക്കെ. കഴിഞ്ഞ വർഷം ഈ സമയം നമുക്ക് ചുറ്റും 3000-ത്തിലധികം ആളുകൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ 2 പേര്. സോ ഇപ്പൊ ഇതിലെ ലെസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂസ് യുവർ പാർട്ട്ണർ വൈസ്ലി. കാരണം എല്ലാവരും നമ്മുടെ കൂടെ നിന്നിട്ട് കഴിഞ്ഞ വർഷം ഈ ടൈമിൽ ഇതേ ദിവസം ഞങ്ങൾക്ക് ചുറ്റും 3000-ത്തിലധികം ആളുകളുണ്ടായിരുന്നു. സോ ഞങ്ങളുടെ ഫാമിലി ഉണ്ടായിരുന്നു, കസിൻസ് ഉണ്ടായിരുന്നു, പാരന്റ്സ്, കല്യാണത്തിന് വന്ന അവരെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. സോ ഈ ഒരു ടൈമിൽ കഴിഞ്ഞ വർഷം ഇത്രയും പേരുടെ ചുറ്റുമാണ് ഞങ്ങൾ നിന്നത്. ബട്ട് അതേ സമയം ഒരു വർഷം കഴിഞ്ഞ് അതേ ഡേ അതേ സമയത്ത് നോക്കി ഞങ്ങൾ 2 പേരും മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് ആനിവേഴ്സറിയിൽ ഞങ്ങൾ 2 പേരും മാത്രമേ ഉള്ളൂ എന്നുള്ളതൊരു വിഷമമാണ്. സോ ഞങ്ങൾക്ക് നാട്ടിലായിരുന്നെ കുറച്ച് അടിപൊളിയായിട്ട് എല്ലാ ഫാമിലി ഗെറ്റ് ടുഗദറൊക്കെ വെച്ച് പരിപാടി നടത്തായിരുന്നു. മിസ് ചെയ്യുന്നുണ്ട് ഗൈസ് എല്ലാവരും നാട്ടിലാണ്. ഉമ്മ വാപ്പ എല്ലാവരും. പിന്നെ വാപ്പ റിഹാനയുടെ ഉമ്മ വിഷമം പറയുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും മിസ് ചെയ്യുന്നുണ്ട്. 1 year ആയി. സോ റിഹാന എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ആദ്യം എൻ്റെ കാര്യം പറയാം. then come to point. ഞാൻ അങ്ങനെ ഉണ്ട് ഒരു വർഷം ജെസ്സിയുടെ കൂടെയുള്ള ഒരു വർഷം അടിപൊളിയായിരുന്നു. പൊളിച്ചാടിക്കിട്ടുണ്ട്. ഒരുപാട് ഇടക്കകളും പിടക്കങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. നമ്മൾ ഒരുപാട് സ്ഥലത്ത് കറങ്ങാൻ പോയി. ഒരുപാട് ഫംഗ്ഷൻ ബർത്ത്ഡേസ് ആണെങ്കിലും എല്ലാ ചെറിയ കാര്യങ്ങളാണ് നമ്മൾ നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്തത്. ബിക്കോസ് ഫാമിലി കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അതുപോലെയല്ല, ഞങ്ങൾ 2 പേരും ഒറ്റയ്ക്കാണ്. ഒറ്റയ്ക്കാകുമ്പോൾ കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിഞ്ഞൂടാ ഗൈസ്. സത്യമാണത്. ഞാൻ ഇവിടെ നിന്ന് പഠിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ മാറി നിൽക്കുന്നത്. ഫസ്റ്റ് ടൈമാണ് ജെസ്സി മാറിയിരിക്കുന്നത്. സോ അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് ഇടക്കളങ്ങളും പിടക്കങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. സോ ഇറ്റ് വാസ് ഗ്രേറ്റ് ജേർണി. 1 year ഇറ്റ് വാസ് ഗ്രേറ്റ് ജേർണി. സോ ഇനിയും ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ അങ്ങേയറ്റം വരെ ലൈഫിൽ നടക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം. സോ ആ കേസിൽ ഞാൻ ലക്കി ആണ്. അപ്പം നിനക്കും you are a good partner.
ഓക്കെ, സോ അപ്പോൾ ഞങ്ങൾ അത് പറഞ്ഞുകൊണ്ട് നമ്മളുടെ മന്തിയിലേക്ക് കടക്കുകയാണ്. സോ മന്തി ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന വീഡിയോ ഇതിന്റെ കൂടെ അപ്ലോഡ് ചെയ്യണോ അതോ സെപ്പറേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യണോ എന്നുള്ള കൺഫ്യൂഷൻ ഇതുവരെ മാറിയിട്ടില്ല. അല്ല, ആനിവേഴ്സറിയുടെ ഇത് ഇന്ന് ഒരു വീഡിയോ ആക്കാം, ഇന്ന് എന്തൊക്കെ ചെയ്തെന്നുള്ള ഈ ദിവസം. സോ അതായിരിക്കുന്ന ദിവസം മന്തിയുടെ പ്രിപ്പറേഷൻ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഇടാം. ബട്ട് ഫൈനൽ റിസൾട്ട് ഞാൻ ഡെഫിനറ്റ്ലി ഇതിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ ഞങ്ങൾ പോയി മന്തി ഉണ്ടാക്കട്ടെ. ബൈ. സോ ഗൈസ്, ഇതാണ് ഞങ്ങളുടെ കൊച്ചു കിച്ചൺ. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഇവിടുത്തെ ഇരിക്കുന്ന എല്ലാ സാധനങ്ങളും ഞങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ജിസിയുടെ ഉമ്മ തന്നു കിട്ടിയ. സോ ഞങ്ങളുടെ ആകെ 2-3 പാത്രങ്ങളുണ്ട്, അതിനാണ് ഞങ്ങൾ മന്തി വെച്ചിരിക്കുന്നത്. സോ മന്തി പ്രിപ്പറേഷൻ കഴിഞ്ഞു. മന്തി കാണിച്ചു. ഓക്കെ, ഹായ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ മന്തിയൊക്കെ കഴിച്ചു. മന്തി എങ്ങനെ ഉണ്ടായിരുന്നു? മന്തി അടിപൊളിയായിരുന്നു. പിന്നെ ഒരു ചെറിയൊരു കേക്ക് കട്ടിങ് പോകുക. നമ്മുടെ ഫാമിലി എല്ലാവരും വിളിച്ചിട്ട്, എല്ലാവരും അവൈലബിൾ ആണെങ്കിൽ വിളിച്ചിട്ട് നമ്മളൊന്ന് കേക്ക് കട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. നമുക്ക് കേക്ക് കട്ടിങ്ങിലേക്ക് പോവാം. കേക്ക് കട്ടിയാൽ നല്ലൊരു ആംബിയൻസ് തപ്പി നടക്കുവാ ഞാൻ. ഡെക്കറേഷൻ ചെയ്യുന്നത് ഗാനമില്ലല്ലോ. സുഹാന കൊണ്ടുവരുന്നത് നമ്മൾക്ക് വാ. ഞങ്ങളെ കേക്ക് ഇവിടെ ടേബിളൊന്നും ഇല്ല, അതുകൊണ്ട് ഞങ്ങൾ AC-യുടെ കാർഡ്ബോർഡ് വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്തത്. ഇവിടുത്തെ ഒരു വ്യൂ ഉണ്ട്, അത് കാണിച്ചു. ഞങ്ങളുടെ 3rd ഫ്ലോറിലാണ്, പെന്റ് ഹൗസ് ആയിട്ട്. സോ ടെറസ് വരുന്ന വീട് 1 BHK. ഹലോ ഫ്രണ്ട്സ്. സോ നമ്മൾ പുറത്തു പോയിരുന്ന കുറച്ച് പർച്ചേസിങ് ഉണ്ടായിരുന്നു. സോ കഴിക്കണം പർച്ചേസിങ്ങിൻ്റെ വീഡിയോ ഒന്നും എടുക്കാനുള്ള മൂഡിലല്ലായിരുന്നു. അതായിരുന്നു പ്രശ്നം. സോ കാരണം ഫസ്റ്റ് ആനിവേഴ്സറി ആയിട്ട് ഒറ്റയ്ക്കായി പോയെന്നുള്ള ഒരു മൈൻഡ് റിഹാനയ്ക്ക് വന്നു. സോ മൂഡ് ഔട്ടാക്കാൻ ആയിരുന്നു ആള്. കരയും. അപ്പോൾ ഞങ്ങൾ പുറത്തൊന്ന് പോയി ജസ്റ്റ് ഡ്രസ്സ് വാങ്ങി. സോ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ബെൽ ബട്ടൺ കൂടെ അടിച്ചു. ബൈ ഗൈസ്. ടയർഡാ.